വെൽക്കം ടു ട്രൈഡു. നമുക്കിന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ചു നേരം നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു 15 മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഈ 1 അവറിന്റെ സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ അതുപോലെ തന്നെ യുഎസ് ഓയിലിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസിന് 1 ഡേ ചാർട്ടിലാണ് നിൽക്കുന്നത്. 1 ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, മുകളിൽ നിന്നൊരു നല്ലൊരു റിയാക്ഷൻ ഇന്നലെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ലെവല് ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ വീണ്ടും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ളൊരു ഈ ലെവൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ ഈ ഒരു ലെവലിനെയാണ് കൂടുതലും അപ്രോച്ച് ചെയ്യാൻ സാധ്യത. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു 3 ഏരിയയാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു ലെവല് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ലെവൽ ഇവിടെ ഉണ്ട്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇന്നലെ നമ്മളിപ്പോൾ വരച്ചു വെച്ചതാണ്. ആ ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത്. ഇനി അടുത്തൊരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ ഉണ്ട്. അവിടെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ഒരു ഏരിയ ആണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ഏരിയ ആണ്. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEGനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനിയിപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്തെങ്കിലും മറ്റു പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴെ ഒരു FEG ഉണ്ട്. ആ ഒരു FEG ഓൾറെഡി വന്ന് എടുത്തുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്യാതിരിക്കുന്നത്. അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ഏരിയക്ക് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും ചെറിയ രീതിയിലാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. ഇത്തവണയും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സോ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു സെൽ എൻട്രി എടുക്കാവുന്നതാണ്. സെൽ എൻട്രി എന്ന് പറയുമ്പോൾ ഏറെക്കുറെയൊക്കെ ഈ ഒരു ലെവലൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഈ ലെവലിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചു നേരം ചിലപ്പോൾ ഇവിടെ നിന്ന് കളിക്കും. കാരണം അടുത്തടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഹയർ ടൈം ഫ്രെയിമിൽ റിജക്ഷൻസ് അത്യാവശ്യം മുകളിൽ നിന്ന് തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുറച്ചു നേരം നിന്ന് കളിക്കും. അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈ നടന്ന ഏരിയയിലേക്കായിരിക്കണം. ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അതിനും ബ്രേക്ക് ചെയ്താൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്ന ഏരിയ ആണ്. അപ്പൊ അവിടേക്കായിരിക്കാം അടുത്ത ടാർഗറ്റ് വരുന്നത്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത ടാർഗറ്റ് ഇതിന്റെ മുകളിലോട്ട് വരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. എല്ലാം നല്ല സപ്ലൈ നടന്ന ഏരിയ ആണ്. നോക്കിയാൽ വലിയൊരു സപ്ലൈ ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ വലിയൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. ഇവിടെ വലിയൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു സെൽ എൻട്രി ഇനിയിപ്പോൾ നോക്കാം. സെൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന്റെ താഴെയാണ് സെൽ എൻട്രി ഉള്ളത്. ഈ ലെവലിന്റെ താഴെ എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വരവ്, അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ചിലപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം നിന്നൊരു താഴോട്ടേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ FEGയിലേക്കോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഒരു ഡിമാൻഡ് സോണിലേക്കോ വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അതിന്റെയും ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്കൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അതിന് മുന്നേ പ്രധാനപ്പെട്ട ഒരു സ്വിങ് ഹൈ ഉണ്ട് ഇവിടെ. അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അവിടേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് ടാർഗറ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിട്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്തൊരു ലെവലിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.